ഹായ് കൂട്ടുകാരെ, ക്യാരറ്റ്, മുന്തിരി, വെളുത്ത മുന്തിരി, കറുത്ത മുന്തിരി, ഈന്തപ്പഴം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാനൊരു കേക്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പഞ്ചസാര അതേ കാരംബേസ് ചെയ്തിട്ട് വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് എല്ലാം ഇതങ്ങ് ഇടാൻ പോവാം. ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെക്കട്ടെ കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് വേണം ബാക്കിയെല്ലാം ചേർക്കാൻ. അപ്പോഴേ ഞാൻ ഇത്തവണ ഉണ്ടാക്കുന്നതേ മൈദയല്ല കേട്ടോ ചേർക്കണേ. കുറച്ച് മൈദയും കുറച്ച് റാഗി പൊടി ചേർക്കണം. റാഗി പൗഡറും അര ഗ്ലാസ്, ഇതാണ് എൻ്റെ അളവ്. അര ഗ്ലാസ് മൈദയും അര ഗ്ലാസ് റാഗി പൊടി, പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്, പിന്നെ 2 മുട്ട, പിന്നെതാ സൺഫ്ലവർ ഓയിൽ അര ഗ്ലാസ്, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ. അപ്പം ഇത്രയാണ് ചേർക്കണം. പിന്നെ നമുക്ക് ചേർക്കുന്നത് വാനില എസൻസ് കേട്ടോ. അപ്പം ഞാൻ ഈ മുട്ടയൊക്കെ പതിപ്പിച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് ബീറ്റർ വെച്ചൊന്ന് ഇതാക്കിക്കൊണ്ട് വരട്ടെ കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാട്ടോ. ക്യാരറ്റ് കേക്കും ഈന്തപ്പഴം ചേർത്താണ്. ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് ശരീരത്തിന് വളരെ നല്ല സാധനങ്ങൾ അതിനകത്ത്. അപ്പം ഞാൻ ഇതൊന്ന് ബീറ്ററിട്ട് പതിപ്പിച്ച് പഞ്ചസാര പൊടിപ്പിച്ച് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ അതേ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 സ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ഗ്ലാസ് മൈദയും റാഗിപ്പൊടിയും കൂടെ. ഇത് 2 പ്രാവശ്യം ഇങ്ങനെ അരിക്കണം. എന്നുവെച്ചാൽ ഇതെല്ലാം മിക്സിങ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് പതപ്പിച്ച് കൊണ്ടു കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കും. ഇനി നമുക്ക് ഈ പൊടികൾ ചേർക്കാം. ഇതേ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതാ സൺഫ്ലവർ ഒഴിക്കാം കേട്ടോ. ഒറിജിനൽ സൺഫ്ലവർ ആട്ടോ. അര ഗ്ലാസ് ഒഴിച്ചു. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. ഇനി ഞാൻ അങ്ങനെ ഈന്തപ്പഴവും ക്യാരറ്റും മുന്തിരിയും എല്ലാം കൂടി ഇട്ടു കേട്ടോ. ഇനി ഞാൻ കുക്കർ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ വയ്ക്കാൻ പോവാം. അപ്പോൾ ഇത് പ്രീഹീറ്റ് ചെയ്തു പാത്രം വെച്ചിട്ടുണ്ട്. വയ്ക്കാൻ പോട്ടോ. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കേക്ക്, മൈദ കുറച്ച് ചേർത്തിട്ടുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളതാണ്. അപ്പോൾ അടച്ചു വെക്കട്ടെ കേട്ടോ. എൻ്റെ കേക്ക് റെഡിയായി. ഇതുണ്ട്, അരമണിക്കൂർ എടുത്തോളൂ. അപ്പം ഞാനിതൊന്ന് വാങ്ങി വെക്കട്ടെ കേട്ടോ. മൈദയേക്കാളൊക്കെ നന്നായത് ഇതാട്ടോ, ഈ കേക്കാട്ടോ. ഉണ്ടോ, നല്ല സോഫ്റ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പരീക്ഷിക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് കേക്കാണ്. മൈദയേക്കാൾ നന്നായത് റാഗി എടുത്തിട്ട്, അപ്പോൾ പകുതി റാഗിയും പകുതി മൈദയും ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. ഓക്കേ.